ഇതേപോലെ സൗണ്ട് കാർഡ് സപ്പോർട്ടുള്ള മിക്സറിൽ നമുക്ക് USB വഴി മൊബൈൽ ഫോണിലേക്ക് കണക്ട് ചെയ്ത് റെക്കോർഡ് ചെയ്യുവാനായിട്ട് അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ്. ഇതേപോലെ 2 സൈഡും ടൈപ്പ് A വരുന്ന കേബിളാണ് വേണ്ടത്. ടൈപ്പ് A മെയിലാണിത്. ഇനി വേണ്ടത് ഇതേപോലെ ഒരു OTG ആണ് വേണ്ടത്. ഇത് നമുക്ക് മൊബൈൽ ഫോണിലേക്ക് കണക്ട് ചെയ്യാനാണ്. ഈ ഭാഗം നമ്മൾ മൊബൈൽ ഫോണിലേക്ക് കണക്ട് ചെയ്യും. മറ്റേ ഭാഗത്ത് നമ്മൾ മിക്സറിൽ നിന്ന് വരുന്ന കേബിൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ കേബിൾ നമ്മുടെ കയ്യിലില്ലെങ്കിൽ ഇതേപോലെ USB ടൈപ്പ് A ടു ടൈപ്പ് C വരുന്ന ഡാറ്റ കേബിൾ നമുക്ക് ഉപയോഗിച്ചിട്ട് റെക്കോർഡ് ചെയ്യാം. ഈ ടൈപ്പ് കേബിൾ ചാർജിങ് കേബിളായിട്ട് വരുന്നുണ്ട്. അതിൽ ഡാറ്റ സപ്പോർട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കിത് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ഇത്തരം കേബിളാണ് എടുക്കുന്നതെങ്കിൽ അത് ഡാറ്റ കേബിൾ തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക. അല്ലെന്നുണ്ടെങ്കിൽ റെക്കോർഡ് ആവത്തില്ല. ഇനി ഞാനിവിടെ ഒരു ഔട്ട് എടുത്ത് ഒരു സ്പീക്കറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ രീതിയിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബ്ലൂടൂത്ത് വഴി കരോക്കെ ഇതിനകത്തേക്ക് കൊടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഈ പോയിന്റിലാണ് നമ്മൾ കരോക്കെ കണക്ട് ചെയ്യുന്നത്. അതിനായിട്ട് ഇതേപോലത്തെ ഒരു കേബിളാണ് വേണ്ടത്. ഒരു സൈഡ് ഇതേപോലെ വരികയും മറ്റേ സൈഡിൽ നമുക്ക് 3.5 mm വരുന്ന ഒരു കേബിളാണ്. ഇത് നമുക്ക് ഈ മൊബൈൽ ഫോണിൽ നിന്ന് കരോക്കെ ഇതിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കണക്ട് ചെയ്യേണ്ടത് ഈ ഭാഗത്താണ്. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ടൈപ്പ് C പോർട്ട് മാത്രമാണുള്ളതെങ്കിൽ ഇതേപോലുള്ളൊരു കേബിളാണ് വാങ്ങിക്കേണ്ടത്. ടൈപ്പ് C ടു RCA കേബിൾ. എൻ്റെ കയ്യിലിപ്പോൾ 3.5 mm കണക്ടർ വരുന്ന മൊബൈൽ ഫോണാണുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ കേബിൾ ഉപയോഗിക്കുന്നത്. ഇനി നമ്മളൊരു മൈക്ക് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഡൈനാമിക് മൈക്കാണ്. JTSൻ്റെ ഒരു മൈക്കാണ് നമ്മളിവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇത്ര സാധനങ്ങൾ മതി നമുക്ക് ഈ ഒരു മിക്സറിൽ നിന്ന് റെക്കോർഡ് ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ള ഒരു ഫോണും കൂടെ വേണം. ഇപ്പോൾ ഞാനൊരു ടൈപ്പ് C പോർട്ടുള്ളൊരു ഫോൺ എടുത്തിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഹെഡ്ഫോൺ കണക്ട് ചെയ്യാനുള്ള പോർട്ടുള്ള ഫോണാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ടൈപ്പ് C റെക്കോർഡിങ് ഇതിൽ സാധ്യമാകണമെന്നില്ല. ഹെഡ്ഫോൺ അതിൻ്റെ ആ ജാക്ക് വഴി ആയിരിക്കും റെക്കോർഡിങ് സാധ്യമാകുക. ഇതിന് പക്ഷേ ഹെഡ്ഫോൺ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ആകെ ഉള്ളത് നമുക്ക് ടൈപ്പ് C ആണ്. ഇവിടെ തന്നെയാണ് നമ്മളിതിൻ്റെ ഹെഡ്ഫോൺ കണക്ട് ചെയ്യുന്നത്. 3.5 mm ജാക്ക് ഇതിന് വരുന്നില്ല. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് ഞാൻ ഇതിനകത്ത് 99 എഫക്ട്സുകളാണ് ഇതിനകത്തുള്ളത്. അതിൽ മിക്കതും ഒരു ഉപയോഗമില്ലാത്ത സാധനമാണ്. അതിൽ കുറച്ച് എഫക്ട്സുകൾ മാത്രമാണ് അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. അതിൽ ഞാൻ 90ാമത്തെ എഫക്ട്സാണ് ഇപ്പോൾ ഇവിടെ ഉപയോഗിക്കാനായിട്ട് പോകുന്നത്. 90ാമത്തെ എഫക്ട്സും അതുപോലെ ഈ സെറ്റിങ്സുകളും ഞാൻ കുറേ തവണ ചെക്ക് ചെയ്ത് നോക്കി കറക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത് ഈ രീതിയിൽ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഒന്ന് പെർഫോം ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കൊരു പാട്ടൊന്ന് പാടി ഒന്ന് റെക്കോർഡ് ചെയ്ത് നോക്കാം. അതിനു മുമ്പ് ഈ കണക്ഷനുകൾ എങ്ങനെയാണ് വരുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്ക് കണക്ട് ചെയ്യേണ്ടത് ഈ ടൈപ്പ് A കേബിളാണ്. അത് നമ്മൾ ഈ USB പോർട്ടിലേക്ക് കണക്ട് ചെയ്യുന്നു. അതിൻ്റെ മറ്റേ അഗ്രം നമ്മൾ ഈ OTGയിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. ഇതേപോലെ OTGയിലേക്ക് കണക്ട് ചെയ്തു. ഇനി മൊബൈൽ ഫോണിലേക്ക് കണക്ട് ചെയ്യണം. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ ഞാനിപ്പോൾ ഇതിൽ കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ നോക്കിക്കോണം. ഞാൻ ഈ മൊബൈൽ ഫോണിലേക്ക് ഇത് കണക്ട് ചെയ്യുവാണ്. ഇവിടെ ചാർജിങ് വന്നു, പക്ഷേ ഇവിടെ യാതൊരു തരത്തിലുള്ള മാറ്റവും വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കേബിൾ ഇവിടുന്ന് ഊരണം. ഇവിടുന്ന് ഒന്ന് ഊരിയിട്ട് വീണ്ടും ഒന്നുകൂടെ കണക്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ PC എന്ന് തെളിഞ്ഞു വന്നു. ഇതേപോലെ PC എന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് മൊബൈൽ ഫോണിലോട്ട് അത് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് ഈ കേബിൾ എടുത്തിട്ട് നമ്മുടെ ലാപ്ടോപ്പിൽ കണക്ട് ചെയ്താൽ അങ്ങനെ നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ മൊബൈൽ ഫോണിൽ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് കാണിക്കാനായിട്ട് പോകുന്നത്. ഇവിടെ നമുക്ക് 2 തരത്തിൽ റെക്കോർഡിങ് സാധ്യമാണ്. ഒന്ന് നമുക്കിതിൻ്റെ ക്യാമറ ഓൺ ആക്കിയിട്ട് ക്യാമറ വെച്ച് വീഡിയോ എടുക്കുന്ന സമയത്ത് ആ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഓഡിയോ നമുക്ക് ഈ മിക്സറിൽ നിന്ന് കൊടുക്കുന്ന ഓഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഗുണം, നമ്മളിപ്പോൾ ഒരു വീഡിയോ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയോ ബാക്ക് ക്യാമറയോ ഒക്കെ ഉപയോഗിച്ച് നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഈ മിക്സറിൽ നിന്നുള്ള ഓഡിയോ ഇതിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് വീഡിയോടൊപ്പം തന്നെ ഓഡിയോയും റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമ്മുടെ മൊബൈൽ ഫോണിലെ സാധാ റെക്കോർഡർ ഉപയോഗിച്ചിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു മൊബൈൽ ഫോണിൽ നിന്ന് കരോക്കെ ഇതിലേക്ക് കണക്ട് ചെയ്യണം. അതിനായിട്ട് ഇതേപോലത്തെ ഒരു കേബിളുണ്ട്. ഈ കേബിൾ നമ്മൾ ഇവിടെ കണക്ട് ചെയ്യുവാണ്. ഇത് ഞാനിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ചാനലിലെ ഈ ഒരു സ്വിച്ച് നമ്മൾ ഓണാക്കി കൊടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ ഈ മൊബൈൽ ഫോണിൽ നിന്ന് വരുന്ന ഓഡിയോ ചിലപ്പോൾ ഇതിനകത്ത് കേൾക്കാതെ വരും. അപ്പോൾ ഞാനിത് ഓണാക്കി കൊടുത്തിട്ടുണ്ട് ഈ സ്വിച്ച്.
ഇനി നമുക്ക് മൊബൈൽ ഫോണിലേക്ക് ഇത് കണക്ട് ചെയ്യാം. മൊബൈൽ ഫോണിൻ്റെ ഹെഡ്ഫോൺ പോർട്ടിലേക്ക് ഇത് കണക്ട് ചെയ്തു. ഇപ്പം നമുക്ക് ഈ മൊബൈൽ ഫോണിൽ ഒരു കരോക്കെ പ്ലേ ചെയ്യാം. നമ്മൾ ആദ്യം റെക്കോർഡ് ചെയ്യാനായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ഈ മൊബൈൽ ഫോണിലാണ്. പക്ഷേ ഞാനിപ്പോൾ ഇത് ഇവിടുന്ന് ഊരിയിട്ട് ഞാനിപ്പം വീഡിയോ എടുത്തിരിക്കുന്ന അതേ ഫോണിലേക്ക് കണക്ട് ചെയ്യുകയാണ്. അപ്പം ഓഡിയോടൊപ്പം തന്നെ വീഡിയോയും റെക്കോർഡാകുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാനിത് ഊരുവാണ് ഇവിടുന്ന് ഊരുമ്പോൾ ഇവിടെ PC എന്നുള്ളത് കട്ടായിട്ടുണ്ട്. ഇനി ഞാൻ വീഡിയോ എടുക്കുന്ന മൊബൈൽ ഫോണിലേക്ക് കണക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ കണക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ മിക്സറിൽ നിന്ന് വരുന്ന ഓഡിയോയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ ഫ്രണ്ട് ക്യാമറ ഓൺ ആക്കിയിട്ട് ഒരു പാട്ട് പാടി കാണിക്കാം. ചക്രവർത്തിനി നിനക്കു ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു, പുഷ്പപാദുകം പുറത്തു വയ്ക്കു നീ നഗ്ന പാതയായകത്തു വരൂ. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് മൊബൈൽ ഫോണിലേക്ക് കണക്ട് ചെയ്ത് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ ഒക്കെ ഇതേ കേബിൾ ഉപയോഗിച്ച് തന്നെ കണക്ട് ചെയ്തിട്ട് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ റെക്കോർഡ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പിലെ നോർമൽ റെക്കോർഡർ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നമുക്ക് നെറ്റിൽ നിന്ന് സോഫ്റ്റ്വെയറുകളൊക്കെ ഡൗൺലോഡ് ചെയ്ത് അതിനകത്ത് വേണമെങ്കിലും റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇത് നമുക്ക് ഫേസ്ബുക്കിലൊക്കെ ലൈവൊക്കെ ചെയ്യുമ്പോഴും അതേപോലെ ഏതെങ്കിലും സൂം മീറ്റിങ്ങുകൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്തിട്ട് ഇത് ഉപയോഗിച്ച് നമുക്ക് ഓഡിയോ സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ നമ്മൾ ഫേസ്ബുക്ക് ലൈവോ യൂട്യൂബ് ലൈവോ ഒക്കെ നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാണ് ചെയ്യുന്നതെങ്കിലും ഇതേ രീതിയിൽ കണക്ട് ചെയ്തിട്ട് നമ്മുടെ മിക്സറിൽ നിന്നുള്ള ഓഡിയോ വീഡിയോടൊപ്പം തന്നെ നമുക്ക് കയറ്റിവിടാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഏവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നല്ലൊരു കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക കൂടി ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.